രണ്ടാഴ്ചയായിട്ട് വീട്ടിലെല്ലാവരും പനിയും ചുമയൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. പക്ഷേ ഈ വർഷത്തെ കാർഷികമേളയുടെ അവസാന ദിവസമായതുകൊണ്ട് ഞങ്ങളങ്ങ് പോയേക്കാന്ന് വെച്ചു. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. വീട്ടിൽ നിന്ന് പപ്പായും മമ്മിയും ഞാനും ഉണ്ടായിരുന്നു. പിന്നെ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡും ആൻറ്റിയുടെ മോളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോന്നും കണ്ടു വന്നപ്പോഴാണ് ആകാശ തോണി കാണുന്നത്. അപ്പോൾ പിന്നെ നമുക്കകത്ത് കയറിയേക്കാമെന്ന് ഞാനൊരു അഭിപ്രായം പറഞ്ഞു. വീട്ടിലാർക്കും അങ്ങനെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ എൻ്റെ നിർബന്ധത്തിൻ്റെ ഒരു പേരിൽ ഞങ്ങളങ്ങ് കയറി. ഒരാൾക്ക് 100 രൂപ വെച്ച് ഞങ്ങൾ 500 രൂപ കൊടുത്ത് ഞങ്ങൾ 5 പേരും കയറി. ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നു മാനെ ബാക്കി വല്ലതുണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. അയ്യോ എടാ ഭ്രാന്തൻ, അയ്യോ ഇതിനകത്ത് ഭ്രാന്തനച്ചോ. എന്താ ഇയാൾ കളിക്കുന്ന സുനാപ്പി എന്തിയത്രേ. അയ്യോ ആ കിട്ടിപ്പോയി അർജുന ഒന്നും പറയണോ. ആളിറങ്ങി നിർത്തണോ പോണോ. അങ്ങനെ മമ്മി ഒരു മൂലയ്ക്ക് ഇരിപ്പായി. പപ്പായുടെ സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ പപ്പായുടെ മറുപടി ഇതായിരുന്നു. പിന്നെ ഞങ്ങൾ മൂപ്പൻസിൽ കയറി നൈറ്റ് ഡിന്നറും കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു.